ഓക്കെ, അടുത്ത് പറയുന്നത് ഏർലി റെസിസ്റ്റൻസസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് എന്ന ടോപ്പിക്കാണ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ. After attaining political dominance, the British started to interfere in the powers of the kings and landlords. The interference in the freedom and privileges that they enjoyed for centuries invited antagonism from the kings and landlords. There were a lot of resistance against the British across Malabar, Kochi and Travancore. Okay. രാഷ്ട്രീയ ആധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും ലാൻഡ് ലോഡ്സിൻ്റെയും അധികാരത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇടപെടാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശങ്ങളുടെയും മേലുള്ള കൈക്കടത്തലുകൾ അവർക്ക് അത്ര ഇഷ്ടമായില്ല. ഇതിനെതിരെ മലബാർ, കൊച്ചി, ട്രാവൻകൂർ അഥവാ തിരുവിതാംകൂറിൽ ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് റെസിസ്റ്റൻസസ് അഥവാ ചെറുത്തുനിൽപ്പുകൾ വളർന്നു വന്നു. അതിലൊന്നാണ് പഴശ്ശി റിവോൾട്ട്സ് എന്ന് പറയുന്ന. കേരളവർമ്മ പഴശ്ശിരാജ ഓഫ് കോട്ടയം റോയൽ ഫാമിലി ലെഡ് ദ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ. British promised Palshi the right to collect tax from Kottayam region as a reward for helping them in the wars against Mysore. The British refused to keep their promise after the triumph in the battle. Moreover, the British claimed their dominance over Wayanad. Palshi Raja organized the people and fought against the British. He unleashed guerrilla war against the British with the help of Chemban Poker, കൈത്തരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ and തലക്കൽ ചന്തു, the leader of the Kuruchias in Wayanad. In the fight against the British, he was assaulted his life on 13th November 1805. പഴശ്ശി കലാപങ്ങൾ അഥവാ പഴശ്ശി റിവോൾട്ട്സിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതായത് അതിൽ പറയുന്നത് എന്താ? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ഒരു ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയ ആളാണ് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജ. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശത്തു നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ചതിന് ശേഷം ആഫ്റ്റർ ദ ട്രയംഫ് ഇൻ ദ ബാറ്റിൽ ബ്രിട്ടീഷ് റിഫ്യൂസ്ഡ് ടു കീപ് ദെയർ പ്രോമിസ്. അപ്പം വിജയിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഇവർ ഈ വാഗ്ദാനം നിറവേറ്റാൻ തയ്യാറായില്ല. മാത്രവുമല്ല, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും കൂടെ ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെമ്പൻ പോക്കർ, കൈത്തേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ എന്ത് ചെയ്തു? നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെടുകയും ചെയ്തു. അതാണ് പഴശ്ശി റിവോൾട്ട് അഥവാ പഴശ്ശി കലാപം എന്ന് പറയുന്നത്. അടുത്ത വേറെ രണ്ടുപേരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വേറെ രണ്ടുപേരാണ് വേളുത്തമ്പിയും അതുപോലെ പാലിയത്തച്ഛനും. വേളുത്തമ്പി ആൻഡ് പാലിയത്തച്ഛൻ, the Diwans reacted against the uncontrolled interventions of the British in the internal affairs of Travancore and Kochi respectively. വേലുത്തമ്പി called for armed fight against the British through his Kundara proclamation on 11th January 1809. The armies of Travancore and Kochi jointly attacked the official residence of the British resident, Macaulay, but they could not withstand the British army. Realizing that he could be captured, Veluthambi committed suicide at the Mannadi temple. The frantic British army hanged his body at Kannamoola, Thiruvananthapuram and deported Paliyathachen to Madras. Fights of local chieftains against the British came to an end by the defeat of Palshi, Veluthambi and Paliyathachen, but the popular resistance continued. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? ഇപ്പം
ട്രാവൻകൂർ അഥവാ തിരുവിതാംകൂറിൻ്റെയും അതുപോലെ കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ അഫയേഴ്സിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായിട്ട് ഇടപെട്ടതിനെതിരായിട്ട് ദിവാൻമാരായ വേലുത്തമ്പിയും അതുപോലെ പാലിയത്തച്ഛനും പ്രതിഷേധിച്ചു. 1809 ജനുവരി 11 പുറത്തിറക്കിയ ഒരു കുണ്ടറ പ്രൊക്ലമേഷൻ അഥവാ കുണ്ടറ വിളംബരത്തിലൂടെയാണ് വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തത്. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കാളെയുടെ ഔദ്യോഗിക വസതിയിൽ ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. പിടിക്കപ്പെടുമെന്നുറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വേലുത്തമ്പി ദളവയുടെ മൃതദേഹം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ കെട്ടിത്തൂക്കി. പാലിയത്തച്ഛനെയാണെങ്കിൽ എന്ത് ചെയ്തു? മദ്രാസിലേക്ക് നാട് കടത്തുകയും ചെയ്തു. പഴശ്ശിരാജ, വേലുത്തമ്പി പിന്നെ പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചു. എന്നാൽ ജനകീയ ചെറുത്തുനിൽപ്പുകൾ അപ്പോഴും